ഗൈസ്, നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് ഫ്രോൺസിന്റെ യൂസർ വിടാൻ പറഞ്ഞിട്ട്. ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ കമ്പാരിസൺ വീഡിയോസ്. അതുപോലെ തന്നെ ഈ കുറച്ച് വണ്ടികൾ തന്നിട്ട് അത് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് വീഡിയോസ് ഇടാറുണ്ട്. അങ്ങനത്തെ സമയത്ത് അതിൽ ഫ്രോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കമന്റ് വരുന്നത് ഫ്രോൺസ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ഇതില് മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഒക്കെ ചൂസ് ചെയ്യുന്ന ഒരു വാഹനം ഫ്രോൺസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഫ്രോൺസിന്റെ യൂസർ റിവ്യൂവിന് വേണ്ടി നമുക്ക് കിട്ടിയിരുന്നത് ഫ്രോൺസ് കണക്ട് എന്ന് പറഞ്ഞ ഒരു ക്ലബിന്റെ 2 അഡ്മിൻസിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഫ്രോൺസിനെ കുറിച്ച് ചോദിച്ചറിയാനുള്ളതും നിങ്ങൾക്ക് അറിയേണ്ടതും എനിക്കറിയേണ്ടതും അങ്ങനെ എല്ലാവർക്കും അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവരോട് എന്തായാലും ചോദിച്ച് മനസ്സിലാക്കാം. ഹായ്. ഹായ്. പേരൊന്ന് പറയാമോ? എൻ്റെ പേര് സിറാജ്. സിറാജ്. പേര്? ഷഫീഖ്. നിങ്ങളുടെ രണ്ടുപേരുടെ സ്ഥലം? ഞാൻ തിരൂര്. എടപ്പാള്. 2023 രണ്ടുപേരുടെയും. അപ്പൊ 2.5 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഫ്രോൺസ് യൂസേഴ്സ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ഈ ഫ്രോൺസിലേക്ക് വരാൻ ഒരു റീസൺ ഉണ്ടാവില്ലേ, അത് എന്തായിരുന്നു? ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് സ്വിഫ്റ്റ് ആയിരുന്നു. 14-15 സ്വിഫ്റ്റ് ആയിരുന്നു. അത് ഞാൻ കുറെ യൂസ് ചെയ്ത് ഒരു 2.5-3 ലക്ഷത്തോളം ഞാൻ ഓടിയതിനു ശേഷം പിന്നെ വണ്ടി ഒന്ന് മാറ്റി ചിന്തിക്കണം എന്ന് ചിന്തിച്ചപ്പോഴാണ് മാരുതി ഇങ്ങനെ ഒരു വണ്ടി ഇറക്കിയത് കണ്ടത്. അങ്ങനെ പോയി ഓടിച്ചു നോക്കി, ഒക്കെ എല്ലാം ഓക്കെ. സ്പേസ് ആയാലും നമ്മളെ യാത്ര 2 ദിവസം ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കി. അവിടെ പോയപ്പോൾ കുറച്ച് കിലോമീറ്റർ ഓടിക്കാൻ തന്നിരുന്നു, ലോങ് ഓടിക്കാൻ തന്നിരുന്നു. ലോങ് ഓടിക്കണം ഞാൻ ഒറ്റയോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഓടിച്ച് അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിർത്തത്. അപ്പോ ഫസ്റ്റ് യൂസ് ചെയ്ത് സ്വിഫ്റ്റ് ആണല്ലേ? സ്വിഫ്റ്റിന് ഇതിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചേഞ്ച് എന്തായിരുന്നു? സ്വിഫ്റ്റിന് ഒന്നുകൂടി സ്പേസും കാര്യങ്ങളുണ്ട്, യാത്രക്ക് ഒന്നുകൂടി സുഖമായിട്ട് തോന്നി. ഡെൽറ്റ പ്ലസ് എന്ന വേരിയന്റ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഏകദേശം എത്ര കിലോമീറ്റർ? ഞാൻ 49,000 കിലോമീറ്റർ ഓടി. 49,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പൊ അടുത്ത ആളോടും നമുക്ക് ആദ്യം തന്നെ ആളെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷഫീഖ്. ഞാൻ എടപ്പാളിൽ നിന്നാണ് വരുന്നത്. ഞാൻ വണ്ടി എടുത്തത് ഏകദേശം 2023 മെയ് മാസത്തിലാണ് എടുത്തത്. ഏകദേശം കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഫസ്റ്റ് ഫ്രോൺസ് എടുത്തായിട്ട് ഏകദേശം വരും. ഏകദേശം ആ മാസത്തിലാണ് ഫസ്റ്റ് ലോഞ്ച് ആയത്. നമ്മളെ വീട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിഫ്റ്റ്, അതുപോലെ റെനോൾട്ടിൻ്റെ കിഡ് യൂസ് ചെയ്യായിരുന്നു. 2 വണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ സെയിലാക്കിയതിന് ശേഷം വേറെ വണ്ടി നോക്കി നിൽക്കായിരുന്നു. പക്ഷേ വേണ്ടി ഞാൻ വിചാരിച്ചത് ഒരു 10 lakh ബഡ്ജറ്റിലുള്ള ഒരു വണ്ടിയാണ് ഏകദേശം ഉദ്ദേശിച്ചത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വണ്ടി ലോഞ്ച് ആവുന്നുണ്ട്. മാരുതി ഫ്രോൺസ് പുതിയൊരു വണ്ടി വരുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അന്വേഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ലോഞ്ച് ഉണ്ട്. ഫസ്റ്റ് ലോഞ്ച് വരുന്നത് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം നെക്സറ ഷോറൂമിൽ വണ്ടി ഇങ്ങനെ ലോഞ്ച് ഉണ്ട് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് വണ്ടി പോയി കണ്ടു. വണ്ടി ഡ്രൈവ് ചെയ്തിട്ടില്ല. വണ്ടിയുടെ ലുക്ക് കണ്ടിട്ടാണ് നമ്മൾ ഫ്രോൺസിക്ക് വരുന്നത്. അന്ന് വണ്ടി കണ്ടു, ഇഷ്ടമായി. പക്ഷേ ടെസ്റ്റ് ഡ്രൈവ് ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ടായില്ല അവിടെ, ലോഞ്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. അതെ, പുതിയ വണ്ടിയായിരുന്നു. അങ്ങനെ വണ്ടി കണ്ടു, ഇഷ്ടമായി. ഇങ്ങനെയാണ് നമ്മൾ വണ്ടി ഇറക്കുന്നത്. വണ്ടി നമ്മൾ ആദ്യമേ ഇറക്കിയപ്പോൾ തന്നെ പല റോഡിലൂടെ ഫസ്റ്റ് നമ്മൾ ഏകദേശം ഫസ്റ്റ് എടുക്കുന്നതിന് നമ്മളായതുകൊണ്ട് എല്ലാവരും നോട്ട് ചെയ്തിരുന്നു വണ്ടി. എല്ലാവരും എവിടെ നിർത്തിയാലും വണ്ടി ചോദിക്കും, ഇത് ഏത് കമ്പനിയാണ് വണ്ടി, ഏത് വേരിയൻ്റ് ആണ്, അങ്ങനെയൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ചോദിക്കുമായിരുന്നു. അപ്പോൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ഇത് നമുക്ക് വാഹനത്തിൽ നിന്ന് കിട്ടിയോ? ഓ, തീർച്ചയായും. എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം കൂടുതലാണ്. ബലേനോ സ്വിഫ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കൂടുതലുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ വണ്ടി ചെറിയ അഡ്ജിലൊന്നും വണ്ടി അടി തട്ടൂല, അങ്ങനെ കുറേ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം സ്വിഫ്റ്റ് ബലേനോ അതൊക്കെ ഏകദേശം ഒരു 9 lakh 10 lakh റേറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിനേക്കാൾ കുറച്ച് എമൗണ്ട്, ചെറിയൊരു മാറ്റം 1 lakh എമൗണ്ട് മാറ്റമാണ് വരുന്നുള്ളൂ ഫ്രോൺസിക്ക് വരുന്നപ്പോൾ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ചോയ്സ് എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു വണ്ടി ഫ്രോൺസ് ആണ്. അതിപ്പോ ഞാനാണെങ്കിലും നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ അടുത്ത് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഫ്രോൺസ് വേണോ ബലേനോ വേണോ എന്നുള്ളത്. ഏറ്റവും കൂടുതൽ മാരുതിയുടെ വാഹനങ്ങൾ ഇപ്പോൾ പോകുന്നത് ചിലപ്പോൾ ഫ്രോൺസും ബലേനോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവാനുള്ള ചാൻസും അത് ഏകദേശം എഞ്ചിനൊക്കെ ഏകദേശം സെയിം തന്നെയല്ലേ വരുന്നത്. നമുക്ക് ബലേനോന്ന് ഫ്രോൺസിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ് ഒക്കെ കിട്ടാം? ബെനിഫിറ്റ് വെച്ചാൽ നമുക്ക് ഒന്ന് ഹൈറ്റ്, വണ്ടിന്റെ ഹൈറ്റ് മെയിൻ ഹൈറ്റാണ്, ക്ലിയറൻസ് കൂടുതലാണ് ബലേനോ അപേക്ഷിച്ചിട്ട്. ഇപ്പോൾ നമുക്ക് ചെറിയൊരു കട്ട് റോഡ് കൂടെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും, അടി തട്ടൂല. പക്ഷെ ബലേനോ അടി തട്ടും. ആ ഒരു ഡിഫറൻസ് തട്ടും.
ഇപ്പൊ ഷിഫ്റ്റ് ആണെങ്കിലും പുതിയ ഷിഫ്റ്റ് ആണെങ്കിലും 3 സിലിണ്ടർ ആണ് വരുന്നത്. ചെറിയ റേറ്റ് വ്യത്യാസമുള്ളൂ, 1 റുപ്യ 1.5 ലക്ഷം മാറ്റങ്ങളെ വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് നല്ല ഒരു പ്രൗഡി ഒരു എവിടെ വണ്ടി കൊണ്ട് നിർത്താൻ പറ്റും. ഏത് വണ്ടിന്റെ അടുപ്പ് BM-ന്റെ ഒക്കെ എടുത്ത് കൊണ്ട് നിർത്തിയാലും നല്ല ലുക്കാണ്. നമുക്ക് ഒന്ന് മോഡിഫൈ കൂടി ചെയ്താൽ വണ്ടി അടിപൊളിയാണ്. അതെ അതെ, മോഡിഫൈ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഫ്രോൺസ് കണക്ട് ഗ്രൂപ്പിൽ ഏകദേശം എത്ര മെമ്പേഴ്സ് ഉണ്ടാവും? 676 മെമ്പേഴ്സ് ഉണ്ട്. 676 ഓൾ കേരള എല്ലാ ജില്ലയിൽ നിന്നും ആളുണ്ട്. നമുക്ക് സെപ്പറേറ്റ് നമ്മളെ ഗ്രൂപ്പിൽ തന്നെ സെപ്പറേറ്റ് ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ജില്ലാ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് തന്നെ ഉണ്ട് നമുക്ക്. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഓരോ ജില്ലയിൽ ഇപ്പൊ നമ്മൾ ഒരുപാട് മൂന്നാർ, ആലപ്പുഴ, വയനാട്, ഇടുക്കിന്ന് 2 പ്രാവശ്യം നമ്മൾ മീറ്റപ്പ്, ഇടുക്കി മൂന്നാറടക്കം 3 മീറ്റപ്പ് നമ്മൾ ഇടുക്കി തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ വലിയൊരു പാറിന്റെ പുറത്ത് ഒരു പാണ്ടിപ്പാറ എന്ന സ്ഥലമുണ്ട്, അവിടെ നമ്മൾ കയറ്റി നമ്മൾ പേജിൽ കയറി അറിയാൻ പറ്റും, കിട്ടും. അപ്പൊ നമുക്ക് ഓരോ ജില്ലയിൽ പ്രോഗ്രാം നടത്തുമ്പോൾ ആ ജില്ലയിലെ ബേസ് ചെയ്ത് നമ്മൾ ആ ഗ്രൂപ്പിൽ എല്ലാ കാര്യങ്ങളും ഇടും. കാരണം നമ്മള് ഗ്രൂപ്പ് ആകുമ്പോൾ എല്ലാവരും എപ്പോഴും നോക്കിയെന്ന് വരില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓരോ ജില്ല അടിസ്ഥാനത്തിൽ. കാരണം അവർക്ക് അത് അറിയാൻ പറ്റും. മറ്റേ ഗ്രൂപ്പ് തന്നെ ഒരുപാട് മെസ്സേജ് വരുമ്പോൾ ചില ആൾക്കാർ പല ജോലി തിരക്കുള്ള ആൾക്കാരാവുമല്ലോ, അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് പ്രവാസികളൊക്കെ ഉണ്ട്, ഒരുപാട് പേരുണ്ടാവും അല്ലേ? കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഫ്രോൺസ് ഒരുപാട് പേര് പുതിയതായിട്ട് എടുക്കുന്നുണ്ട് അല്ലെ, പുതിയതായിട്ട് ആളുകളൊക്കെ ജോയിൻ ചെയ്യുന്നില്ലേ അത്യാവശ്യം. അപ്പൊ എനിക്ക് തോന്നുന്നത് മന്ത്ലി തന്നെ അത്യാവശ്യം ഒരു 30-40 എൻട്രി തന്നെ വന്നോണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് എൻക്വയറീസ് വരുന്നുണ്ട്, ഈ ഫ്രോൺസിന് എത്ര മൈലേജ് ഉണ്ട്, ഫ്രോൺസ് എടുത്താൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട്, മക്കളുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് മെസ്സേജ്. എനിക്ക് ഒരു വണ്ടിക്ക് പേജ് ഉണ്ട്, നമ്മൾ ഫ്രോൺസ് കണക്ട് എന്നുള്ള ഫ്രോൺസ് ക്ലബ് ഇന്ത്യ എന്നുള്ള ഒരു പേജ്, നമുക്ക് മെയിനായി ഗ്രൂപ്പിന് ഒരു പേജ് ഉണ്ട്. അപ്പൊ അതിലും ഇതിലൊക്കെ ആയിട്ട് എനിക്ക് വേണ്ടി ഒരുപാട് മെസ്സേജ് വരും. ഇപ്പൊ പുറത്തുനിന്ന് വരെ മെസ്സേജ്, ഹൈദരാബാദ്, തമിഴ്നാട് എന്നൊക്കെ മെസ്സേജ് വരും. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പുതിയ വാഹനം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ആ ഒരു യൂസറിന്റെ റിവ്യൂ ആണല്ലോ. അപ്പോ നിങ്ങളൊരു ഗ്രൂപ്പ് ഇങ്ങനെ റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഫ്രോൺസിന് ഉണ്ടാവുന്ന കുറച്ച്, നമുക്കിപ്പോ ഒരു വാഹനം കൊടുത്തല്ലേ, ഏത് വാഹനത്തിനുണ്ടാവും കുറച്ച് പോസിറ്റീവ് ഉണ്ടാവും, കുറച്ച് നെഗറ്റീവ് ഉണ്ടാവും. അപ്പൊ ഗ്രൂപ്പുകളിൽ പൊതുവെ വരാറുള്ള എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടോ? കാരണം അതായത് ഇപ്പൊ ഈ വണ്ടി മാത്രമല്ല, പൊതുവെ ഇറങ്ങിയ എല്ലാ വണ്ടിക്കും വരലുണ്ട്. ഈ ഗ്ലാസ് മൂടി കെട്ടുക, നമ്മളിപ്പോ മഴയൊക്കെ ചെറിയ മഴ പെയ്താല് നമ്മൾ ഫുള്ള് മൂടി കെട്ടുക. അപ്പൊ ഏസ് ഇട്ടാലൊന്നും കൂളിങ്ങൊന്നും ഹീറ്റ് ആക്കിയാലൊന്നും അധികം പെട്ടെന്ന് പോകില്ല. അതിപ്പോ വരുന്ന ഒരു ഇത് എല്ലാ വണ്ടിക്കും ഉണ്ട്. അപ്പൊ ഓരോ സെറ്റിങ്സ് മാറ്റിയാലേ റെഡി ആവും. നമുക്ക് എസിന്റെ സെറ്റിംഗ്സ് അങ്ങോട്ട് ജസ്റ്റ് മാറ്റിയാൽ റെഡിയാവും. അത് അറിയില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിൽ ഒരാൾ പുതിയ ആൾ ജോയിൻ ചെയ്താൽ ഫസ്റ്റ് വരുന്ന ഒരു കംപ്ലൈന്റ് ആയിട്ട് നമുക്ക് വരുന്നത് ഈ മൂടി കെട്ടണം, ഗ്ലാസ് മൂടി കെട്ടണം. അത് എസി ഇടാൻ നോർമലി ഒരു തണുപ്പ് വന്നാലും അത് പെട്ടെന്ന് ഗ്ലാസ് മൂടി കെട്ടുക. അതാണ് ഒരു മെയിൻ ഒരു കംപ്ലൈന്റ് പറയുന്നത്. ആര് വന്നാലും ഫസ്റ്റ് വരണം. അപ്പൊ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. നമ്മൾ ഇന്ന സമയത്ത് ഹീറ്റ് എങ്ങനെയാണ് കാണിക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിൽ എസി സെറ്റിംഗ്സ് മാറ്റിയാലും റെഡി ആവും. ഓക്കെ, അത് അങ്ങനെ വേറൊരു ഇഷ്യൂ അല്ല, നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഈ വണ്ടിയിൽ എന്തെങ്കിലും പോരായ്മകള് നിങ്ങൾ എല്ലാവരും പറഞ്ഞ ഹെഡ്ലൈറ്റ് ഒരു കുറവ് പറയുന്നുണ്ട്. അതായത് ഡെൽറ്റ പ്ലസ് മുതൽ നമുക്ക് ഇത്ര 3 ഇതാണ് പ്രൊജക്ട് ടൈപ്പ് 3 ലൈറ്റ് വരുന്നത്. സിഗ്മ ഡെൽറ്റക്ക് നോർമലി ആലോചന സമയം വരുന്നത്. അപ്പൊ ഇതിൽ വരുന്നത് 3 കണ്ണാണ്. ഇതിൽ നമുക്ക് ബൾബ് മാറ്റാൻ പറ്റൂല. ഡെൽറ്റ പ്ലസ് മുതൽ മേലേക്ക് കണ്ട 3 ഓപ്ഷൻ ഉണ്ട്. ഈ 3 ഓപ്ഷനുക്കും നമുക്ക് ഇത് ബൾബ് മാറ്റാൻ പറ്റൂല. ബൾബ് മാറ്റാൻ വെച്ചാൽ കമ്പനി മൊത്തമായിട്ട് മാറ്റണം. അതായത് ആ ഫുൾ സെറ്റ് മാറ്റണം. അങ്ങനെ പെട്ടെന്ന് കംപ്ലൈന്റ് ആവില്ല. ഇല്ല, ആരുമില്ല. നമ്മുടെ അറിവിൽ ആരുമില്ല. ഇല്ല. അപ്പൊ നമുക്ക് ഇതിൽ എന്താ വെച്ചാൽ അപ്പൊ നമ്മൾ അഡീഷണൽ ഫോഗ് ലാമ്പ് കയറ്റി കൊടുക്കും. പിന്നെ കമ്പനി ഇപ്പൊ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, പക്ഷെ അതും നേരമില്ല. അപ്പൊ ആ കമ്പനി ലാമ്പ് ഫോഗ് ലാമ്പിന്റെ ലൈറ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ വേറെ പ്രൊജക്ട് ടൈപ്പ് കയറ്റി കൊടുത്താൽ നല്ല നിറമുണ്ട്. അല്ലെങ്കിൽ അഡീഷണൽ ഇതേപോലെ ലൈറ്റുകൾ കയറ്റി കൊടുത്താൽ മതി. അത് നല്ല നിറമുണ്ട്. അപ്പൊ നമുക്ക് പൊതുവെ ഈ ചുരങ്ങളൊക്കെ ഇറങ്ങി വരും നമ്മള്. ആ സമയത്ത് ഈ കർവില് മാത്രമേ ഈ ആ സൈഡിക്ക് മാത്രമേ കിട്ടാത്ത പ്രശ്നങ്ങളുള്ളൂ. നെഗറ്റീവുകളുണ്ട്. ഏത് വണ്ടി എടുത്താലും നെഗറ്റീവുകളുണ്ട്. അപ്പൊ പിന്നെ വേറെ നെഗറ്റീവ് എന്ന് പറഞ്ഞത് ഇന്നെ പോലത്തെ ഒരാൾ, ഞാൻ ആയിട്ടുള്ള ആളാണ്, ബാക്കിലിരുന്നാല് തല തട്ടും. എന്നുവെച്ചാൽ ഇതൊരു ഒരു എക്സ്യൂ ടൈപ്പ്, അതായത് ഒരു മോഡലായിട്ട് ഇങ്ങനെ കർവ് ചെയ്തിട്ട് സ്പോർട്ടി ഡിസൈൻ ആയതുകൊണ്ടാണ് അത് തല തട്ടുന്നത്. പിന്നെ പോലത്തെ ആൾക്കാർ 6.5 ഹൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ പോലത്തെ ആൾക്കാർക്ക് അത് കൂടുതൽ കുറവാണല്ലോ ഇത്ര ഹൈറ്റ് ഉള്ളവര്. പിന്നെ നമ്മളൊക്കെ ഡ്രൈവർ മുന്നിലൊരു പ്രശ്നമില്ല, ബാക്കിൽ മാത്രമേ ചെറിയ പ്രശ്നം വരുള്ളൂ. അത് അങ്ങനെ പോയോണ്ടുള്ള ഒരു ഇതാണ്. എനിക്ക് തോന്നുന്നു ബലേനോല് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ബലേനോല് കുറച്ച് ബാക്കില് സ്പേസ്. ഇതിന്റെ പ്രത്യേകിച്ച് പകലും ഇത് കത്തിങ്ങാണ്ടിരിക്കും. ആ വണ്ടി ഇങ്ങനെ വരുമ്പോ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഫ്രോൺസ് ആണെന്നുള്ളത്. നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഫ്രോൺസ് ആണെന്നുള്ളത്. അതിനൊരു ഐഡന്റിറ്റിയാണ് നമുക്ക്. രണ്ടുപേരുടെ വേരിയന്റ് ഒന്ന് പറയാമോ? യൂസ് ചെയ്യുന്നത് ഡെൽറ്റ പ്ലസ് മാനുവൽ 1.2
ഇന്ത്യതും ഡെൽറ്റ പ്ലസ് മാനുവൽ തന്നെയാണ്. ചേട്ടൻ എത്ര മൈലേജ് കിട്ടുന്നത്? എനിക്ക് ഞാനിപ്പോ ലോങ് പോയത് ഹൈദരാബാദാണ്. ഹൈദരാബാദ് പോയപ്പോ എനിക്ക് 23.7 കിട്ടിയിരുന്നു. പിന്നെ ഏറ്റവും കുറഞ്ഞു വന്നത് 19 സംതിങ്ങും കുറഞ്ഞു വന്നിട്ടുള്ളത്. നല്ല മൈലേജ് കിട്ടിയിട്ടുണ്ട്. അതായത് നല്ല ഹൈവേ വേറെ ബ്ലോക്കോ കാര്യമില്ലാത്തവർക്കൊക്കെ 19-23 സംതിങ് കിട്ടിയിട്ടുണ്ട്. മറ്റേത് 19 സംതിങ് കിട്ടിയിട്ടുണ്ട്. നല്ല മൈലേജാണ്. അപ്പൊ ചേട്ടന്റെ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്ന് പറയാം? എനിക്ക് ലോങ് ഡ്രൈവില് ഒരു 20-21 വരെ ഏകദേശം കിട്ടിയിട്ടുണ്ട്. എനിക്ക് നമ്മളെ സാധാ ഏരിയയിലൊക്കെ പോകുമ്പോൾ 16-15. പിന്നെ എങ്ങനെ വെച്ചാൽ മൈലേജ് പറഞ്ഞാൽ എല്ലാവരും ധാരണ ഉണ്ട് എല്ലാ വണ്ടിക്കും ഓരോ ലെവലാണ് മൈലേജ് എന്ന്. അങ്ങനെയൊന്നല്ല. അതിൻ്റെ സത്യത വെച്ചാൽ നമ്മളെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു ലെവലാണ്. RPM കറക്റ്റായിട്ട് നമ്മൾ ഗിയർ ഷിഫ്റ്റിങ് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി കിട്ടുന്ന മൈലേജ് എന്തായാലും ഒരു ഷോറൂം പറഞ്ഞ മൈലേജ് ഏകദേശം അടുത്ത് കിട്ടാറുണ്ട്. ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാരണം ഇത് ഒരു ഓടിക്കുന്നതിന്റെ ഒരു സ്റ്റൈലിനനുസരിച്ച് അത്രേ ഉള്ളൂ. അപ്പൊ ഗ്രൂപ്പില് ഏറ്റവും ഇങ്ങനെ കുറവാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് വരും. അപ്പൊ അതും നമ്മളെ വണ്ടിക്ക് ഇപ്പൊ 21, 22, 23 ഒക്കെ പറയുമല്ലോ നമ്മള് ലോങ് പോയപ്പോ. അവർക്ക് കിട്ടുന്ന 16, 15 പറയും. പക്ഷെ അതുമല്ല അവർ വണ്ടി എടുത്ത പാടന്നെ നമുക്ക് മൈലേജ് കിട്ടിക്കൂടൊന്നുമില്ല. അത്യാവശ്യം ഒരു ഫസ്റ്റ് ഒരു 15 സർവീസ് കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് ഇഞ്ചിനൊക്കെ സെറ്റ് ആവണം. ഏത് വണ്ടി ആയാലും അങ്ങനെ തന്നെയാണ്. ഓട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് മൈലേജ് വരും. വല്ലപ്പോഴും എടുത്ത് ഓടണമെങ്കിൽ ആ മൈലേജ് പ്രതീക്ഷിക്കരുത്. അതെ, കാരണം ഇനി പുതിയ വണ്ടി എടുക്കുന്നവരെ പുതിയ വണ്ടി എടുത്ത് കുറച്ചാള് ഭയങ്കര മൈലേജ് കുറവാന്ന് പറഞ്ഞ് എനിക്ക് കമന്റ് വന്നിട്ടുണ്ട്. ബലേനോ അങ്ങനെ കമന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ഡ്രൈവിംഗും ഡ്രൈവിംഗ് രീതി വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അതെ, ചവിട്ടി കൊടുത്ത് ഓടിച്ചാൽ മൈലേജ് കിട്ടൂല. ഒരു വണ്ടിയും കിട്ടൂല. നിങ്ങളിപ്പോ അത്യാവശ്യം എങ്ങനെയൊക്കെ ഓടിച്ചാലും ഏറ്റവും കുറഞ്ഞ മൈലേജ് എത്ര ഉണ്ടാവും? ഇപ്പൊ ടൗണിലെ ഓട്ടൊക്കെയാണെങ്കിൽ നമുക്ക് 15-16 എങ്ങനെ വന്നാലും ഒരു 14-15 കിട്ടും ടൗൺ ഓട്ടത്തിന്. അതായത് അതിന്റെ സ്പീഡിൽ RPM ഒക്കെ നോക്കി കറക്റ്റ് ആയിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് മൈലേജ് കിട്ടും. അതല്ല നമ്മൾ 100-120 പോയിട്ട് മൈലേജ് ഇല്ല എന്ന് പറഞ്ഞാൽ കമ്പനി വേണ്ട കാര്യമില്ല, നമ്മൾ വേണ്ട കാര്യമില്ല, വണ്ടി വേണ്ട ഒരു കാര്യമില്ല. പിന്നൊരു കാര്യമുള്ളതേ, ആളുടെ വണ്ടിയിൽ 30-ന് മുകളിൽ മൈലേജ് കിട്ടുന്ന ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നമുക്കൊന്ന് ചോദിക്കാം. അതൊന്ന് പറയാം. CNG ആണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. CNG എന്ന് വെച്ചാല് ഞാൻ വണ്ടി എടുക്കുമ്പോ CNG ഇല്ല. ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ സെയിൽസ്മാൻ വർക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മള് വണ്ടി നമുക്ക് 15 വണ്ടി ഉണ്ട് അവിടെ. വാഗനാറാണ് ഏറ്റവും കൂടുതലുള്ളത്. CNG വാഗനാർ ഏറ്റവും കൂടുതൽ. CNG വാഗനാർ നമുക്ക് ഒരു 16-15 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് സെയിൽ ചെയ്യാൻ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈക്കോ ഉണ്ട്, കേരിയൊക്കെ ഉണ്ട്, ഒക്കെ CNG ഉണ്ട്. എല്ലാ വണ്ടി CNG ഉണ്ട്. അപ്പൊ നമ്മൾ ആ വണ്ടി ഉപയോഗിച്ച് പരിചയപ്പോ നമ്മളൊരു വണ്ടി എടുക്കാൻ പോയപ്പോ നമ്മൾ അത് CNGയിലേക്കാണ് നമ്മൾ ചിന്തിക്കുക. കാരണം വെച്ചാൽ നമുക്ക് എവിടെ പോകണമെങ്കിൽ ഇപ്പൊ നമുക്ക് ട്രിപ്പ് പെട്ടെന്ന് നമുക്ക് ഒരു 3-4 ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പൈസ മതി. 2000 റുപ്യന്റെ ഉള്ളിൽ നമുക്ക് 2000 റുപ്യ വേണ്ട, 1400-1300 റുപ്യൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ള് ഇവിടെ പോയിരാൻ പറ്റും. മൂന്നാർ നമുക്ക് പോയിരാൻ പറ്റും. ഞങ്ങളെ നാട്ടിൽ നിന്ന് 230 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ അത് ഏകദേശം എത്ര മൈലേജ് കിട്ടുന്നുണ്ടാവും നമുക്ക്? എനിക്കിപ്പോ ഈ വണ്ടിട്ട് CNGക്ക് എനിക്ക് നല്ല റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രൈറ്റ് റോഡാട്ടോ. നമ്മൾ കാറ്റഗറി അല്ലാത്ത റോഡൊക്കെ ആണെങ്കിൽ നമുക്കൊരു 32+ മൈലേജ് ഉണ്ട്. ഞാൻ ചെക്ക് ചെയ്താണ്. അപ്പൊ അത് ഇപ്പൊ CNG കയറ്റുമ്പോ പലർക്കും ഒരു പ്രശ്നമാണ്, ഇത് നമുക്ക് ഓടിക്കുമ്പോൾ എന്തെങ്കിലും ഫീൽ ഡിഫറൻസ്? ഫസ്റ്റത്തെ ഒരു പുള്ളിങ്ങിൽ പെട്രോളിന് പുള്ളിങ്ങിൽ ചെറിയൊരു മാറ്റം വരും. പിന്നെ ഓടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ നമുക്ക് സ്വിച്ച് ചെയ്യാമല്ലോ. സ്വിച്ച് ചെയ്യാം പെട്ടെന്ന്. പണ്ടത്തെ ഗ്യാസ് പോലല്ല, പിന്നെ നമ്മൾ അറിയ പോലും ഇല്ല. പെട്ടെന്ന് CNGയിലേക്ക് മാറുമ്പോഴും CNG പെട്രോളിലേക്ക് മാറുമ്പോഴും നമ്മൾ അറിയില്ല. വണ്ടി ഒരു കുൽക്കോ ഫസ്റ്റത്തെ ഗ്യാസ്, പണ്ടത്തെ ഗ്യാസ് എന്ന് പറഞ്ഞാൽ വണ്ടി ചേർക്കുന്ന ഒരു ഇപ്പൊ ഇതൊന്നുമില്ല. നമ്മൾ ഓട്ടോമാറ്റിക് മാറും. നല്ല സ്മൂത്ത് തന്നെയാണ്. അപ്പൊ അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത്, ഏകദേശം ഇപ്പൊ ഒരു 2-2.5 വർഷമായാലും ഇപ്പൊ വാഹനം ഉപയോഗിക്കുന്നത്. ഈ ഒരു 2.5 വർഷത്തിനുള്ളിൽ മേജറായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട വന്നിട്ടുണ്ടോ വണ്ടി? ചെലവ് ഏകദേശം ഒരു സർവീസ് കോസ്റ്റിനെ കുറിച്ചൊന്നും? സർവീസ് കോസ്റ്റ് കുറവാണ്. ബാക്കിയുള്ള കമ്പനി വെച്ച് നോക്കുമ്പോൾ സർവീസ് കോസ്റ്റ് കുറവാണ്. എനിക്ക് ജസ്റ്റ് ടച്ചപ്പ് പെയിന്റിങ്ങിന്റെ ഇഷ്യൂ എന്നല്ലാണ്ട് വേറെ മേജറായിട്ട് പ്രശ്നം യൂസിങ്ങിന്റെതാണ്. അതെ, അല്ലാതെ മെയിൻ മെക്കാനിക്കായിട്ട് ഒരു 30,000 കിലോമീറ്റർ ഞാൻ വണ്ടി കൂടിയിട്ടുണ്ട്. ഇപ്പൊ 2023 എന്ന് പറയുമ്പോ ഇപ്പൊ 2.5 വർഷം കഴിഞ്ഞു. ഏകദേശം കിലോമീറ്റർ 30,000. ഞാൻ 49.
അപ്പൊ ഇതുവരെ ഇത്ര കിലോമീറ്റർ ഓടിയിട്ട് ഒരു എനിക്ക് റെഗുലർ സർവീസിന് അപ്പുറത്തേക്ക് ഇല്ല, ഒന്നും വന്നിട്ടില്ല. ചേഞ്ചസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നോർമൽ AC ഫിൽറ്റർ 6 രൂപന്റെ മേലെ ഇതുവരെ നമുക്ക് 6 രൂപന്റെ മേലേക്ക് വന്നിട്ടില്ല. പിന്നെ നമ്മള് കമ്പനിന്ന് അലൈൻമെന്റ് നമ്മൾ ചെയ്യാറില്ല. കമ്പനി അലൈൻമെന്റ് നമ്മളുള്ളവരാണ്. കമ്പനി അലൈൻമെന്റ് ഏത് ഷോറൂം ആയാലും കമ്പനി അലൈൻമെന്റ് ഫിക്സ് പുറത്ത് കറക്റ്റ് അല്ല. അത് അവിടെ ആരാണ് അവിടെ അപൂർവം ചില ഷോറൂമിൽ മാത്രമേ അലൈൻമെന്റിനായിട്ട് ആൾക്കാരുള്ളൂ. അപൂർവമായിട്ട് നമ്മള് പുറത്തുനിന്ന് ചെയ്യികള് ഷോറൂമിനൊക്കെ റേറ്റും കുറവാണ്, നല്ല നല്ല രീതിയിൽ ചെയ്തും തരും. ആ ഒരു കാര്യത്തിൽ മാത്രം റേറ്റും കുറവാണ്. വീൽ അലൈൻമെന്റും ബാലൻസിങ് എല്ലാം കൂടി നമുക്ക് ചെറിയ 100-600 റുപ്യക്ക് പുറത്തും ചെയ്യാം. നമുക്ക് അരുണ നമുക്ക് ചെയ്ത 450-500 രൂപ അത്ര നമ്മൾ അരുണ ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് നമ്മൾ മെമ്പേഴ്സിന് നമുക്ക് ഓരോരോ ഇത് കൊടുക്കും. അതിന് ഓരോ ഷോപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഓരോ ഏരിയയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഷോറൂമായി ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മള് മാരുതി ആണെങ്കിലും AM ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻഡസ് ആണെങ്കിലൊക്കെ അവരോട് സംസാരിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. നമുക്കതിൽ നമുക്ക് ഒരുപാട് മാരുതി വണ്ടി യൂസ് ചെയ്യുന്നത് നമുക്ക് ഷോറൂമായി ബന്ധമുണ്ട്. അപ്പൊ നമ്മൾ ചെയ്തു കൊടുക്കും. എന്തെങ്കിലും കൂടുതൽ ബില്ല് വരാന്നുണ്ടെങ്കിൽ നമ്മളിതിന് മുന്നേ ഇപ്പൊ ഞാൻ 40,000 ഒരു 6,000 റുപ്യകൾ 4,000 റുപ്യകൾ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 8-10 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സംസാരിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കും. പിന്നെ സാധനം ചെക്ക് ചെയ്യാൻ വരും. ചില ഷോറൂം വരെ കൂട്ടിയിടും. എറണാകുളം ഭാഗത്ത് പറ്റിക്കലുണ്ടാവും. കാരണം വണ്ടിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവും. ഒരു സാധനം മാറ്റിണ്ട് അതിന് മാറ്റിണ്ടെന്ന് പറഞ്ഞിട്ട് ചില ഷോറൂം വരെ ഈ ഉള്ളിലിടുന്ന മാറ്റിന് വരെ പൈസ കഴിഞ്ഞിട്ടുണ്ട്. 2 രൂപ 4 രൂപ. അതായത് നമ്മള് വാട്ടർ സർവീസ് കഴിഞ്ഞിട്ട് അല്ല അപ്പൊ അതൊക്കെ നമ്മള് കുറപ്പിച്ചിട്ട് അവരെ കൊണ്ട് കുറപ്പിക്കും. അത് ഇടേണ്ട ആവശ്യമില്ല. ചില ഷോറൂം വരെ എല്ലാരും അങ്ങനെ ഇല്ല, എല്ലാം ചെയ്യില്ല. വണ്ടിനെ കുറിച്ച് അറിയില്ല എന്ന് തോന്നുന്നു. അവർക്ക് അത് കൂടുതൽ ചെയ്യാം. മാത്രമല്ല നമ്മള് ക്ലബ് ഉള്ളതുകൊണ്ട് ഒരാള് നെക്സ്റ്റ് സർവീസിന് സെക്കൻഡ് സർവീസ് തേർഡ് സർവീസിന് പോകുമ്പോൾ ഗ്രൂപ്പിൽ ചോദിച്ചിട്ടാണ് പോവാറ് കൂടുതൽ കാര്യം. ഗ്രൂപ്പ് നോക്കുന്ന ആൾക്കാര് ഇപ്പൊ 676 ആൾക്കാരുണ്ട് പറഞ്ഞില്ലേ, ഈ എല്ലാവരും ഗ്രൂപ്പ് നോക്കണം എന്നില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഗ്രൂപ്പിൽ അവർ കയറാറ്. നമ്മൾ മ്യൂട്ടാക്കിയിടും. അപ്പൊ അവർക്ക് ആവശ്യം വരുമ്പോൾ അവർ ചോദിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മൾ 2 ആൾ മാത്രമല്ല, നമുക്ക് ഒരുപാട് ആൾക്കാർ വണ്ടിനെ പറ്റിയാണ്. നമുക്ക് നമ്മൾ സെപ്പറേറ്റ് കുറച്ച് ആൾക്കാർ ഇതിനായിട്ട് നമ്മൾ വേറെ തന്നെ വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് തന്നെ നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടുതൽ നമ്മളെക്കായി വരുള്ള ആൾക്കാരുണ്ടല്ലോ എല്ലാം നമുക്ക് അറിയുന്നില്ല. പല സംഭവങ്ങളും ഇപ്പൊ ഇഞ്ചനായിട്ടും മറ്റൊക്കെ ഇപ്പൊ ഒരുപാട് സൗണ്ട് വ്യത്യാസമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇത് എന്താണെന്നൊക്കെ ചോദിക്കാൻ എല്ലാം നമുക്ക് അറിയണമെന്നില്ല. അപ്പൊ അതിനറിയുന്ന ആൾക്കാരും തന്നെ നമുക്ക് ഉണ്ട്, ഗ്രൂപ്പിലുണ്ട്. നമുക്ക് ഈ 2 വണ്ടികളുടെ ജസ്റ്റ് ഫുൾ ആയിട്ട് ഒന്ന് നോക്കാം. എന്തൊക്കെ നിങ്ങൾ ചേഞ്ചസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളതൊക്കെ. ഫസ്റ്റ് നമുക്ക് ഈ ഒരു വണ്ടി നോക്കാം, സിറാജന്റെ വണ്ടി നോക്കാം. അപ്പൊ ഈ വണ്ടിയിലെ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആളോട് നമുക്ക് ഫസ്റ്റ് ഒന്ന് ചോദിക്കാം. ഇത് നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഇവിടെ സിൽവർ ആണ് വരിക. ഓക്കെ, ക്രോം ആണ് വരിക. ഇത് ഫുള്ള് ക്രോം ആണ് വരിക. നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഇത് മാറ്റ് ബ്ലാക്ക് ആണ് വരിക. അത് നമ്മൾ ഗ്ലോസി ബ്ലാക്ക് കമ്പനിയിൽ തന്നെ പെയിന്റ് അടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഗ്ലോസി ബ്ലാക്ക് ആണ്. മറ്റേ മാറ്റ് ബ്ലാക്ക് ആണ് വരിക. പിന്നെ അഡീഷണൽ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹെഡ്ലൈറ്റ് നിറയില്ലാത്തതുകൊണ്ട് വെളിച്ചം കുറവായതുകൊണ്ട് നമ്മൾ അഡീഷണൽ ഫോഗ് ലാമ്പ് വെച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഫ്രണ്ടില് വേറെ എന്തെങ്കിലും പിന്നെ നമ്മള് ബാറ്റ്മാൻ മിറർ ആഡ് ചെയ്തിട്ടുണ്ട്. കമ്പനി അലേവില് ബ്ലാക്ക് ആണ് വരിക. ഡെൽറ്റ പ്ലസിന് വന്നത് ബ്ലാക്ക് ആയിരുന്നു. ഡെൽറ്റ പ്ലസ് മുതലാണ് അലേവില് വരുന്നത്. ഫസ്റ്റ് 2 വേരിയന്റിന് അലേവിൽ ഇല്ല, ബ്ലാക്ക് അലേവിലെ വരും. അതുപോലെ 16 ഇഞ്ചിനാണ് വരുന്നത്. ഞാൻ 16 ഇഞ്ചാണ് ഇട്ടിട്ടുള്ളത്. ടയർ ഒന്ന് സൈസ് കൂട്ടിയുള്ളൂ. 195 60 16 കമ്പനി. ടയർ ഇത് എത്ര മാറ്റിയിട്ടുണ്ട്? ഒരു വട്ടം മാറ്റിയിട്ടുണ്ട്. അത് ഏകദേശം എത്ര കിലോമീറ്റർ നമുക്ക് കിട്ടി കമ്പനി? അത് നമുക്ക് ഒരു 46ഓളം കിട്ടിയിട്ടുണ്ടോ. പിന്നെ ഓടും. പിന്നെ റിസ്ക് എടുത്തില്ല. ഒരു ഇതിന്റെ ഉള്ളിലെ ഈ കട്ട ഇതിന്റെ ഒരു വേരിയന്റ് ഉണ്ട്, ഇതിന്റെ ഒരു സംഭവം ഉണ്ട്. അതുവരെ ഓടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വണ്ടി നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ട് നോക്കുന്ന ടയറാണ്. വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, വണ്ടി ഓടിയാൽ മതി. അപ്പൊ നമ്മള് ടയർ ഒറ്റ മാറ്റിയിട്ടുണ്ട്, സൈസ് കൂട്ടിയിട്ടുണ്ട്. ഞാൻ 205 ആക്കിയിട്ടുണ്ട്. 195 വരുന്നത്. അതെ അതെ. പിന്നെ ഒരു ഹോട്ട് വീൽസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് നമ്മള്. പിന്നെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് പോയാലോ? ബാക്ക് സൈഡിൽ എന്തെങ്കിലും നമ്മള് ഒരു സ്പോയിലർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ സ്പോയിലറാണ്. ഇപ്പോൾ അവൻ സ്പോയിലർ ആഡ് ചെയ്തിട്ടില്ല. നോർമലി 3 ടൈപ്പ് സ്പോയിലർ വരുന്നുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ ഈ സ്പോയിലറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ. അല്ല ഇത് അത്യാവശ്യം നല്ല രസമുണ്ട്. പിന്നെ കണക്ട് ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. കണക്ട് ലൈറ്റ് വെച്ചാൽ കമ്പനി കണക്ട് ലൈറ്റ് അല്ല, കമ്പനി ഫുൾ ഓപ്ഷന് മാത്രമേ കണക്ട് ലൈറ്റ് കൊടുക്കണുള്ളൂ. ഇത് ഫുള്ള് കത്തും. ഇതാണ് കണക്ട് ലൈറ്റ് എന്ന് പറഞ്ഞത്. ഇത് ഞാനൊരു ഫാൻസി ടൈപ്പ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ CNG ഒന്ന് കാണിക്കും. CNG ഇപ്പോൾ CNG എന്ന് പറഞ്ഞപ്പോൾ ഡിക്ക് സ്പേസ് ഒരു 80% ഡിക്ക് സ്പേസ് പോകും. ഇത്ര ഭാഗം ഉണ്ടാവും. പിന്നെ ഇവിടെ സ്റ്റെപ്പിന് വരിക. ഇപ്പൊ നമ്മൾ കസ്റ്റം ചെയ്യുമ്പോൾ ആ ഒരു ഇത് പോകുന്നുള്ള ഒരു പ്രശ്നം. ഒരു 20% ഡിക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ
അതങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ കമ്പനി CNG കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. നമുക്ക് ഇന്റീരിയർ സൈഡ് നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ കമ്പനി സെറ്റ് മാറ്റിയിട്ട് ഞാനൊരു 10 ഇഞ്ചിന്റെ ഒരു സെറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആൻഡ്രോയിഡ് സെറ്റാണ്. ഓക്കെ ഓക്കെ. കമ്പനി ആൻഡ്രോയിഡ് സെറ്റ് അല്ല വരുന്നത്. ഇപ്പോൾ ആൻഡ്രോയിഡ് സെറ്റാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. 4 സ്പീക്കർ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഞാനൊന്ന് കാർബൺ ഫൈബർ സ്റ്റിയറിംഗ് തുന്നിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഞാൻ നല്ലൊരു DVR ക്യാമറ ഫ്രണ്ടും ബാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് വണ്ടി ഓടിക്കുന്ന ആർക്കായാലും DVR ആവശ്യമാണ്. അതെ, ഫുള്ള് ഡാഷ് ക്യാം ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതെ പെട്ടെന്ന് നമുക്ക് നമ്മളെ ഭാഗം ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡാഷ് ക്യാം നിർബന്ധമാണ്. ഏത് ഓട്ടോറിക്ഷ ആയാലും പോലും നിർബന്ധ കാര്യമാണ്. അതുപോലെ ഈ സീറ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യിച്ചാണ്. ഇതേപോലെ നല്ല നാല് കുഷനൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കിട്ട് ഇരിക്കാൻ നല്ല സുഖമാണ് ഇതിലിരിക്കാൻ. അല്ല കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ബാക്ക് സീറ്റിലെ കംഫർട്ട് ഇപ്പൊ ഫാമിലി ഒക്കെ പോകുമ്പോൾ എന്താ പറയാറുള്ളത്? അത്യാവശ്യം ബാക്ക് സീറ്റ് ഫാമിലിയൊക്കെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ. നമ്മൾ മെയിനായിട്ട് നേരത്തെ പറഞ്ഞത് മുകൾ ഭാഗം ഒരു പിന്നെ ഞാൻ ഇരുന്ന് കാണിച്ചുതരാം. നല്ല ഈ സെന്റർ ഭാഗം മാത്രമേ തട്ടുള്ളൂ. ഇവിടെ മാത്രമേ നമ്മളെ ഹൈറ്റ് തട്ടു കേട്ടാ. അല്ലാതെ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. ഇത് എത്ര ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ തട്ടുള്ളൂ. സെന്റർ ഭാഗത്ത് ഇരിക്കണേ തട്ടുള്ളൂ. 2 സൈഡും ഇരിക്കുമ്പോ തട്ടൂല. ഇവിടെ ഇരിക്കുമ്പോ നമ്മൾ തട്ടുണ്ട്. സെന്റർ ഭാഗത്താണ് പ്രശ്നം. ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തട്ടുള്ള സുഖത്തിലിരിക്കാം. ലോങ് ഒക്കെ പോയി ബാക്കിലിരിക്കുന്നവരൊക്കെ എന്താ ഒരു കുഴപ്പമില്ല. ബാക്കിലിരുന്ന ഒരു കുഴപ്പമില്ല. നമ്മളെ ഫ്രണ്ട്സും ഫാമിലിയും ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ പറഞ്ഞിട്ടില്ല. കംഫർട്ടാണ്. ഞാൻ അഡീഷണലി AC ആഡ് ചെയ്തിട്ടുണ്ട്. കമ്പനി ഡെൽറ്റ പ്ലസ് വരുമ്പോൾ ബാക്ക് AC ഇല്ല. ഇത് കസ്റ്റം ആഡ് ചെയ്താണ് അല്ലേ? ഇത് നമ്മൾ അഡീഷണൽ ആഡ് ചെയ്താണ്. നമുക്ക് ആഡ് ചെയ്യാം. ഷോറൂമിൽ തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഷോറൂമിൽ തന്നെ. ഈ ഒരു വാഹനത്തിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് വണ്ടി വാങ്ങിയിട്ട് ചെയ്തിട്ടുണ്ട്? ഫ്രണ്ടില് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇതിലൊരു സിൽവറാ വരും. അതില് സിൽവർ ഞാൻ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഗ്രില്ല് കംപ്ലീറ്റ് ഒരു മാറ്റ് ബ്ലാക്ക് പോലെയാണ് വരുന്നത്. കംപ്ലീറ്റ് പെയിന്റ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്. അതുപോലെ ഫ്രണ്ടിലൊരു ദുബായ് ടൈപ്പ് നമ്പർ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഇത് അത്യാവശ്യം ഫൈന് വരുന്നതാണ്. ഓക്കെ. പിന്നെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഇത് ഡിക്രോം ചെയ്തിട്ടുണ്ട്, DRL. പിന്നെ ഹെഡ്ലൈറ്റ് ഇതും സ്മോക്ക് ചെയ്തിട്ടുണ്ട്. സ്മോക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ആ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ടാവും. ഓക്കെ. അതുപോലെ ഇത് ഈ ഒരു ഫ്രണ്ട് ഏരിയ എന്ന് പറഞ്ഞാല് ഇതൊരു സിൽവർ ആണ് കമ്പനി വരുന്നത്. ഇത് കംപ്ലീറ്റ്. അപ്പൊ ഇത് കംപ്ലീറ്റ് ബ്ലാക്ക്, ഗ്ലോസി ബ്ലാക്ക് പെയിന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ ഈ സൈഡില് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് അല്ലേ? ആ വണ്ടിയുടെ ചെയ്തണ പോലെ തന്നെ. ഇത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടണില്ല, നമുക്ക് വേറെ വീഡിയോസ് എടുത്തിട്ട് അതിൽ ആഡ് ചെയ്യാം. അപ്പൊ എന്തായാലും ഇത് മിറർ ബാറ്റ്മാന്റെ തന്നെ ചെയ്തിട്ടുണ്ട് ഇതിലും. ഇത് ഡിഫറൻസ് ഉള്ളത് ഇത് കാർബൺ ഫൈബർ ഡിസൈൻ ആണ്. കാർബൺ ടൈപ്പ് ആണ് ഇത് ബാറ്റ്മാൻ മിറർ വരുന്നത്. അതുപോലെ കമ്പനി അലോയ് വരുന്നത് 16 ആണ്. 17 ചെയ്തിട്ടുണ്ട്. 17 വരുമ്പോൾ ടയറും മാറ്റിയിട്ടുണ്ട്. 225 45 17 എന്നുള്ള ഫോർമേഷൻ. 230 225 45 17. കമ്പനി വരുന്നത് 195 195. ഇത് നമുക്ക് ടയർ മാറ്റിയിട്ട് പിന്നെ വല്ല മൈലേജില് ഡിഫറൻസ് ഇല്ല. എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡ്രൈവിംഗ് കംഫർട്ട് എങ്ങനെയുണ്ട്, അതുപോലെ കട്ടലൊക്കെ ചാടിയാല് ഡ്രൈവിംഗ് കംഫർട്ട് പോവാന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഇതായത് തോന്നിയിട്ടില്ല. പക്ഷെ എന്റെ ഇത് കണ്ടിട്ടും വേറെ എന്റെ ഫ്രണ്ട്സ് ചെയ്തിട്ടുണ്ട്, സെയിം ടയർ ചെയ്തിട്ടുണ്ട്. അതുവരെ വലിയ പ്രശ്നം. കാരണം മിക്കവരും ചോദിക്കുന്ന കാര്യമാണ്. കാരണം ഇപ്പൊ ഇതിലെ പ്രൊഫൈൽ മാറ്റുമ്പോൾ തന്നെ സൈസ് ഡിഫറൻസ് വരുമ്പോൾ തന്നെ മൈലേജ് കുറയുമെന്ന് പറയുന്നുണ്ട്, പറയാറുണ്ട്. പക്ഷെ എനിക്കത് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ചിലർ പറയും 4.5 പോയിന്റ് മൈലേജ് കുറയുമെന്ന് പറയാറുണ്ട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അതിന് ആദ്യം പറഞ്ഞിട്ടായിരുന്നു മൈലേജ് എനിക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട്. അല്ല, അപ്പൊ ആ മൈലേജ് മറ്റേ നോർമൽ പ്രൊഫൈൽ ഉണ്ടായ സമയത്ത് അത് എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? അത്യാവശ്യം ഓടിയിട്ടുണ്ട്. ഞാനൊരു 10,000 കിലോമീറ്റർ ഓടിയിട്ടാണ് മാറ്റിയത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് മാറ്റിയപ്പോൾ നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. വലിയ ഡിഫറൻസ് വന്നിട്ടില്ല. പിന്നെ വലിയ പ്രശ്നം വരാൻ വഴിയില്ല. അപ്പൊ നമുക്ക് ഇന്റീരിയർ സൈഡിലൂടെ നോക്കിയാലോ? ഇതിന്റെ ഇന്റീരിയറിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ശരിക്കും? ഇതിൽ വേണ്ടി ചെയ്തിട്ട് നമ്മൾ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും നല്ല സപ്പോർട്ടൊക്കെ ഉള്ള രീതിയിൽ തൈ സപ്പോർട്ടും എല്ലാം വരുന്ന രീതിയിൽ തന്നെ ചെയ്തല്ലേ? നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ. അതുപോലെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഹൈറ്റ് കുറവുള്ള ആളായതുകൊണ്ട് ഞാൻ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് സീറ്റ് താഴ്ത്തിട്ടുണ്ട് അല്ലേ? താഴ്ത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇത് ചെയ്തപ്പോ ഒന്നുകൂടി മാറ്റമുണ്ട്. ഞാൻ ഏറ്റവും മുകളിൽ വെച്ചിരിക്കുന്നത് നമ്മളെ ഈ സീറ്റിന്റെ ട്രേ മൊത്തത്തിൽ മാറുന്നുണ്ട്. അങ്ങനെയാണ് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ അത്യാവശ്യം ഒന്നൊരു ഉയരം കൂടി ഫീല് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു സിസ്റ്റം മാറിയിട്ടുണ്ട് അല്ലേ? അതായത് 7 ഇഞ്ചാണ് കമ്പനി വരുന്നത്. 9 ഇഞ്ചിക്ക് മാറി 360 ക്യാമറ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു കമ്പനി വരുമ്പോ തന്നെ അത്യാവശ്യം അടിപൊളി തന്നെയായിട്ടാണ് വരുന്നത് അല്ലേ? ആ ഒരു ഇന്റീരിയർ എല്ലാത്തിലും ആ ഒരു ഇതില് ഇന്റീരിയർ സൈഡിലാണെങ്കിലും നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും സംഭവങ്ങൾ കുറവുള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? കുറവുള്ള ഫീൽ തോന്നിയിട്ടുള്ള വെച്ചാൽ ഈ
നമുക്ക് സ്ക്രീന് 7 ഇഞ്ചാണ് കമ്പനി വരുന്നത്. അത് 9 ഇഞ്ച് ആയപ്പോൾ പാനലടക്കം മാറിയപ്പോൾ ഒന്നൊരു വൃത്തിയായി കുറച്ചുകൂടി ഒരു ആൻഡ്രോയിഡ് ആക്കാൻ പറ്റി. കമ്പനി ഇപ്പോൾ വരുന്നത് ആൻഡ്രോയിഡ് അല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് ഒരു കുറവായിട്ട്. അതെ, വോളിയം അതുപോലെ മീഡിയ കാര്യങ്ങളൊക്കെ സ്റ്റിയറിംഗ് കൺട്രോൾസിൽ വരുന്നുണ്ടല്ലേ. അതേപോലെ തന്നെ ഒരു ഓപ്ഷൻ പറഞ്ഞാൽ ചെയ്തിരിക്കുന്നത് ആംറസ്റ്റ് ആണ്. ഓക്കെ, ഇതില് നമുക്ക് AC വിത്ത് ആഡ് ചെയ്യാം. നിലവിലിപ്പം ചെയ്തിട്ടില്ല, ഇനി AC കൂടി ആഡ് ചെയ്യാൻ പറ്റും. ആ വാഹനത്തിൽ ചെയ്തിട്ടുണ്ടല്ലേ? അതെ, അതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വീൽ ആർച്ച് ഇതൊരു മാറ്റ് ഫിനിഷ് ആണ് ഇത് വരുന്നത്. ഇത് കംപ്ലീറ്റ് ഗ്ലോസി ബ്ലാക്ക് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്തതാണ്, അവസാനം വരെ ചെയ്തിട്ടുണ്ട്. സൈഡ് ഗ്ലോസി ബ്ലാക്ക് പെയിന്റ് ചെയ്തിട്ടാണ്, സ്റ്റിക്കർ അല്ല, പെയിന്റ് ചെയ്തിട്ടാണ്. അതുപോലെ സൈഡ് സ്കേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതില് ഹാഫ് വരുന്നുണ്ട്, ഫുള്ള് വരുന്ന ടൈപ്പ്, 2 ടൈപ്പ് വരുന്നുണ്ട്. ഫുൾ ടൈപ്പാണ് വെച്ചിരിക്കുന്നത്. പിന്നെ മുകളില് ക്രോസ് ബാർ വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നുള്ളത്. ഇതിൽ ക്രോസ് ബാർ 2 ക്രോസ് ബാർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു സൈക്കിൾ റാക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചോദിക്കാറുള്ള കൂടുതൽ ഐറ്റാണ് അത്. ആ സംഭവം സൈക്കിൾ റാക്ക് അത് വരുമ്പോ ഒരു പ്രത്യേക ലുക്ക് വരുന്നുണ്ട്, ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. എന്റെ അറിവിൽ ഒരു 2-3 വണ്ടിക്കാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോ അതില് നമുക്ക് സൈക്കിൾ ഇതിന് ഹൈറ്റിൽ വെച്ചാല് അതിൽ സൈക്കിൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഗ്ലാസ് കൂളിംഗ് ചെയ്തിട്ടുണ്ട്. ബാക്ക് കംപ്ലീറ്റ് കൂളിംഗ് ചെയ്തതാണ്. അതുപോലെ ഇതാണ് നമ്മുടെ ക്ലബിന്റെ ലോഗോ വരുന്നത്, ഫ്രോൺസ് കണക്ട് ഓണേഴ്സ് ക്ലബ്. ഇതിന്റെ ഡിക്കി സ്പേസ് ഒന്ന് കാണിക്കും, കാരണം വേറെ ഒന്നുമല്ല, ആ വാഹനത്തിൽ നമ്മള് CNG ചെയ്തുകൊണ്ട് അതിന്റെ സ്പേസ് പോയിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. ശരിക്കും ഇത്രയും സ്പേസ് വരുന്നുണ്ട് അല്ലേ? സബ് വെച്ചതിന്റെ സബ് ആഡ് ചെയ്തിട്ടുണ്ട്, വിത്ത് ആമ്പിളിലെ സബ് ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്ഥലം ഇനിയും ഉണ്ട് ഇതില്. ട്രിപ്പൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ബാഗുകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കയറും. അപ്പൊ നമുക്ക് ഈ ഫ്രോൺസ് കണക്ട് എന്ന് പറഞ്ഞ നിങ്ങളുടെ ഒരു ക്ലബ്ബില്ലേ, ആ ക്ലബിനെ കുറിച്ചും ഫ്രോൺസിനെ കുറിച്ചും നിങ്ങൾക്ക് പുതിയതായിട്ട് വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാരോടൊക്കെ എന്താണ് ജസ്റ്റ് പറയാനുള്ളത്? ആൾക്കാരോട് പറയാനുള്ളത്, പുതിയ അടക്കമാണ് ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത്, ബലാനാണ് അധികം ആൾക്കാർ ചിന്തിക്കുക. വെച്ചാൽ ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ, ഇതിൻ്റെ ഡെൽറ്റ പ്ലസിൻ്റെ വേരിയൻറ്റ് ബലാനിൻ്റെ ഫുൾ ഓപ്ഷൻ കിട്ടും. പക്ഷെ നമുക്ക് വണ്ടീൻ്റെ ലുക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രോൺസ് തന്നെ നമുക്ക് ചിന്തിക്കാനുള്ളൂ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് ഫ്രോൺസ് തന്നെയാണ്. ബലാനും ഫ്രോൺസും അടുത്തടുത്തായിട്ട് നിൽക്കുന്നത്. ബലാനെ കുറച്ച് ഇറങ്ങണമെങ്കിലും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫ്രോൺസ് ആയിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഡിസംബർ മാസം ഏറ്റവും കൂടുതൽ ഇറങ്ങിയിരിക്കുന്നത് ബലാനാണ്. തൊട്ട് ബാക്കിൽ തന്നെ ഫ്രോൺസും ഉണ്ട്. പിന്നെ നമ്മൾ ക്ലബ് കൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരുപാട് ഇപ്പോൾ നമ്മൾ ഫ്രോൺസ് കണക്ട് ഫാമിലി എന്നാണ് നമ്മൾ പറയാറ്. ഫ്രോൺസ് കണക്ട് ഫാമിലി ആണ്. ഇവിടെ നമ്മൾ ഇപ്പോൾ ആരിപ്പോൾ ഫ്രോൺസ് ഇൻസ്റ്റയിൽ നമ്മൾ കണ്ടാലും വെൽക്കം ടു ഫ്രോൺസ് കണക്ട് ഫാമിലിയിലേക്ക് സ്വാഗതം എന്നാണ് നമ്മൾ പറച്ചത്. ഫ്രോൺസ് കണക്ട് ഫാമിലിയിലേക്കാണ് സ്വാഗതം എന്ന് പറച്ചത്. ഫാമിലി തന്നെ നമ്മൾ ആഡ് ചെയ്യും. നമ്മൾ അങ്ങനെയാണ് നമ്മൾ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ മീറ്റപ്പ് നടത്തണമെങ്കിലും അധികം നമ്മൾ ഫാമിലിയുമായിട്ട് ആലപ്പുഴ നമ്മൾ ഹൗസ് ബോട്ടിൽ മീറ്റപ്പ് നടത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ഇപ്പോൾ അടുത്ത് ആർക്കെങ്കിലും ബ്ലഡ് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് കൂട്ടായ്മ ഉള്ളതുകൊണ്ട് പല ജില്ലയിലും അവർക്ക് നമുക്ക് അങ്ങനെ നമ്മൾ സംഭവം ചെയ്തിട്ടുണ്ട്. ബ്ലഡ് ഇപ്പോൾ നെഗറ്റീവ് ബ്ലഡുകളൊക്കെയാണ് കൂടുതൽ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അങ്ങനെ തന്നെ ഒരു സംരംഭം നമുക്കുണ്ട്. നമ്മളെ ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മളെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ 2 നമ്പർ അതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ നിർബന്ധം എന്താ വെച്ചാൽ നമ്മുടെ ക്ലബിൻ്റെ ലോഗോ ഉണ്ട്, നമ്മുടെ വണ്ടിയിൽ എല്ലാവരും ബാക്കിൽ ഒട്ടിക്കണം. ഫീസ് 200 രൂപയാണ്. ലോഗോക്ക് ഒരു 200 രൂപ ചാർജ് ഉണ്ട്. ലോഗോൻ്റെ ക്യാഷ് അത് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കൊറിയർ അയക്കാൻ ചാർജ്. ആ 200 രൂപക്ക് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും. അവർ അഡ്രസ്സിൽ നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും. ആ ലോഗോൻ്റെ ചാർജ് അല്ലാതെ നമ്മൾ മെമ്പർഷിപ്പ് ചാർജ് പറഞ്ഞാൽ നമ്മൾ ഈടാക്കണില്ല. ലോഗോയുടെ ഒരു ചാർജ് അത്രേ ഉള്ളൂ. നിങ്ങളൊരു ഫ്രോൺസ് ഉപയോഗിക്കുന്നവരാണെങ്കിലും പുതിയതായിട്ട് ഫ്രോൺസ് എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രോൺസ് കണക്ട് എന്ന് പറഞ്ഞ ക്ലബ്ബിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. ഇനിയിപ്പോൾ പുതിയതായിട്ട് ഫ്രോൺസ് എടുക്കാൻ പോകുന്നവർക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ക്ലബ്ബിൽ ജോയിൻ ചെയ്യാനും പുതിയതായിട്ട് വാഹനം എടുക്കാൻ പോകുന്നവർക്കും കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ ചുരുക്കമാണ്. അപ്പോൾ അടുത്തടുത്ത പുതിയ നല്ല അടിപൊളി പുതിയ വാഹനങ്ങളായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും ബൈ ബൈ.